Hi all, this is Meera. Welcome back to our channel HighSchoolMaths PSC. ഇന്നത്തെ വീഡിയോയിൽ 2016 നടന്ന ബിവറേജസ് കോർപ്പറേഷൻ LDC എക്സാമിലെ 10 കണക്ക് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 136/2016. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 20 കണക്ക് ചോദ്യങ്ങളിൽ 10 ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. അപ്പോൾ റിമൈനിങ് 10 ക്വസ്റ്റ്യൻസ് ആണ്, 10 കണക്ക് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 10th ലെവൽ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് എന്തെല്ലാമാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 10 - 5 + 10 ഡിവൈഡഡ് ബൈ 2 × 5. അപ്പോൾ നമുക്കറിയാം ബോർഡ് മാസ് റൂളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, പിന്നീട് അഡിഷൻ, സബ്ട്രാക്ഷൻ, ഇതേ രീതിയിൽ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഹരണം വരുന്ന ഏതാണ്? 10/2. 5 × 2 അല്ലേ 10. അപ്പോൾ ഇവിടെ 5 വന്നു. ഇനി അടുത്ത എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. 5 × 5 25 വന്നു. ഇനി നമുക്കുള്ള എന്തെല്ലാമാണ്? 10 - 5 + 25. 25 + 10 എത്ര വരും? 35 വരും. 35 ന്ന് 5 മൈനസ് ചെയ്ത് എത്ര വരും? 30 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 10 ന്ന് 5 മൈനസ് ചെയ്താൽ 5 വരും. 5 + 25 എന്ന് പറഞ്ഞാൽ 30 വരും. അപ്പോൾ ഈ ഒരു ഓർഡർ അനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിൻ്റെ സ്ഥാനം എത്ര? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ 50 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ, 1 തൊട്ട് 50 വരെ. അപ്പോൾ ഇവിടെ നന്ദുവിൻ്റെ സ്ഥാനം എന്താണ്? 20 ആണെന്ന് പറയുന്നു. അപ്പോൾ 20 ആണെങ്കിൽ ഈ 50 ന്ന് 20 മൈനസ് ചെയ്തതിൽ ഇവിടെ എത്ര പിള്ളേരുണ്ട്? 30 പേരുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 30 വന്നു. അതിനുശേഷം നന്ദുവിൻ്റെ സ്ഥാനം വരുമ്പോൾ എന്താണ്? ഒന്നുകൂടെ ആഡ് ചെയ്യുക, 31. അപ്പോൾ 50 നിന്ന് 20 മൈനസ് ചെയ്യുന്ന കിട്ടുന്ന ആ 30ൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് പുറകിൽ നിന്നും നന്ദുവിൻ്റെ സ്ഥാനം ലഭിക്കുക. ഈ 30 എന്ന് പറയുന്നത് നന്ദുവിൻ്റെ കഴിഞ്ഞുള്ള ആ കുട്ടി വരെയാണ് 30 വരിക. നന്ദുവിൻ്റെ സ്ഥാനം പറയുന്നത് 30 + 1 31. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ബലം ന്യൂട്ടൺ, പ്രവൃത്തി ഡാഷ്. അപ്പോൾ ഒരു അനലോജി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ബലം ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണോ, ജൂൾ ആണോ, ആംപിയർ ആണോ, ഹെർട്സ് ആണോ എന്ന്? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 പുരുഷന്മാരും 4 ആൺകുട്ടികളും ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അതേ ജോലി 4 പുരുഷന്മാരും 4 ആൺകുട്ടികളും 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ 2 പുരുഷന്മാരും 4 ആൺകുട്ടികളും ഇതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 3 ആണുങ്ങളും 4 ആൺകുട്ടികളും. ഇത് പുരുഷന്മാരും ഇത് ആൺകുട്ടികളും. അതാണ് പുരുഷന്മാരെ M കൊണ്ടും ആൺകുട്ടികളെ B കൊണ്ടും, ബോയ്സ് എന്നുള്ള B കൊണ്ടുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ പറയാം 3 ആണുങ്ങളും 4 ആൺകുട്ടികളും കുഞ്ഞുങ്ങളും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് 8 ദിവസം കൊണ്ടാണ് ആ ജോലി തീരുക. അതുതന്നെ 4 പുരുഷന്മാരും 4 ആൺകുട്ടികളും 6 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 8 × 3 എത്ര വരും? 24 ആണുങ്ങളുടെ വർക്ക് പ്ലസ് 8 × 4 32 ആണ്. 32 ബോയ്സിൻ്റെ വർക്ക്. ഇതാണ് അവരുടെ ടോട്ടൽ വർക്ക്. 8 ദിവസം 3 ആണുങ്ങൾ വർക്ക് ചെയ്താൽ 8 × 3 24 പുരുഷന്മാരുടെ വർക്ക്. അതാണ് 24 M. ഇനി അടുത്തത് 4 ബോയ്സ് 8 ദിവസം ചെയ്യുക എന്ന് പറഞ്ഞാൽ 8 × 4 32 ബോയ്സിൻ്റെ വർക്ക്. ഇത് തന്നെ ഇവിടെയും എന്താണ് വരിക? 6 × 4 24 M വരും. ഇവിടെ 6 × 4 24 ബോയ്സിൻ്റെ വർക്കും വന്നു. ഇത് രണ്ടും ഈക്വൽ അല്ലേ? സെയിം ജോലിയല്ലേ ഇവരിത് ചെയ്തു തീർക്കുന്നത്? ഇത്രയുമാണ് ഇവർ ചെയ്യുന്ന വർക്ക്, ഇത്രയുമാണ് ഈ ഒരു കേസിൽ പറയുന്ന വർക്ക്. ഇവർ രണ്ടുപേരും സെയിം ജോലി ചെയ്തു തീർക്കുന്ന പറയുമ്പോൾ ഇത് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 24 M + 32 B എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? 24 M + 24 B യോട് ഈക്വലാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് 24 M ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 0 M എന്ന് വരും. 0 M = അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 24 M ഇങ്ങോട്ട് കൊണ്ടുവന്നു വിചാരിക്കുക. അപ്പോൾ 24 M - 24 M 0 M വന്നു. ഇനി ഇവിടെ 32 B ഉണ്ട്. ഈ 24 B ഇങ്ങോട്ട് വരുമ്പോൾ -24 B വരും. 32 നിന്ന് 24 മൈനസ് ചെയ്താൽ 8 വരും. 8 B വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇവിടെ B = ഇവിടെ 0 M/8 എന്ന് വരും. 0 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്താണ്? 0 തന്നെ, 0 M എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്താണ്? ഇവിടെ ഒരു ബോയിയുടെ വർക്ക് എന്ന് പറയുന്നത് 0 മെന്നിൻ്റെ വർക്കാണ്. അതായത് ഇവിടെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് ഈ കുഞ്ഞു കുട്ടികൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 0 ആണ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ.
ഇവിടെ നമ്മൾ ടോട്ടൽ വർക്ക് ഓരോ കേസിലെയും കണ്ടെത്തും. 8 × 3 24 M, 8 × 4 32 B. ഇത് തന്നെ 6 × 4 24 M, 6 × 4 24 B. ഇത് ഇവർ രണ്ടൊരു ഈക്വൽ വർക്ക് ചെയ്തുകൊണ്ട് ഇത് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ നമ്മൾ രണ്ട് സൈഡിലോട്ടും എമ്മിനെയും ബിനെയും അതിനനുസരിച്ച് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടുവാണ്. ഒരു ബോയുടെ വർക്ക് എന്ന് പറയുന്നത് 0 men ആണ്. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ട കാര്യം, ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം. ഒരാൾ പെയിന്റ് അടിക്കുന്നു, പക്ഷെ ഒരു കുഞ്ഞു കുട്ടി വന്ന് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും പൂർത്തിയാവുന്നില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടിയുടെ വർക്ക് എന്ന് പറയുന്നത് 0 ആണ്, എഫിഷ്യൻസി 0 ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ബോയ്സിന്റെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യുകയേ വേണ്ട. ബോയ്സിന്റെ വർക്ക് എപ്പോഴും എന്താണ്, ഒരു കുട്ടിയുടെ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും 0 men വർക്കിനോടാണ് ഈക്വൽ. അപ്പം ബോയ്സിന്റെ വർക്ക് നമുക്കിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഈ ഒരു ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഇനി നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് കേസിൽ അപ്പോൾ എന്താ പറയുക, 3 ആണുങ്ങൾ 8 ദിവസം വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. 3 ആണുങ്ങൾ 8 ദിവസം കൊണ്ടാണ് ആ ജോലി തീർക്കുക. കാരണം ബോയ്സിന്റെ വർക്ക് എന്ന് പറയുന്നത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ വർക്ക്, ഒരു പുരുഷന്റെ വർക്ക് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്താൻ പറ്റും? 8 × 3 24 ആയിരിക്കും. ഇവിടെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി പറയാം, നമ്മൾ 3 പേര് വർക്ക് ചെയ്തപ്പോൾ 8 ദിവസം കൊണ്ടാണ് അത് തീർക്കുക. ഇനി 3 പേരിൽ 2 പേര് പോയി കഴിഞ്ഞാൽ 8ൽ കുറവ് ദിവസമാണോ കൂടുതൽ ദിവസമാണോ എടുക്കുക? ആളുകൾ ഇവിടുന്ന് പോകുന്ന അനുസരിച്ച് ഇവിടെ കൂടുതൽ ദിവസം എടുക്കും. അപ്പോഴേ അവർക്ക് ഇവിടെ ഗുണിക്കുകയാണ് വേണ്ടത്, ഹരിക്കരുത്, ഗുണിക്കണം. 8 × 3 24 ദിവസം എടുക്കും. അപ്പം 3 പുരുഷന്മാരെ 8 ദിവസം എടുക്കുമെങ്കിൽ ഒരു പുരുഷൻ എടുക്കുന്ന ദിവസം 24 ദിവസമാണ്. ഇനി നമ്മളോട് ഇവിടെ 2 പുരുഷന്മാരും 4 കുട്ടികളുടെയും കേസ് പറഞ്ഞു. കുട്ടികളുടെ കേസ് നമ്മൾ പറഞ്ഞു 0 ആണ് എഫിഷ്യൻസി, കൊണ്ട് 4 × 0 0 ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ട എന്താണ്, 2 പുരുഷന്മാർ ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് ചെയ്ത് തീർക്കും എന്നുള്ളതാണ്. ഒരാൾ 24 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ 2 പേരെ കാണാൻ വേണ്ടി /2 ചെയ്യണം. ഇവിടെ ഗുണനമാണ്, ഇവിടെ വരുമ്പോഴത്തേക്ക് അത് ഹരണമാണെന്ന് നോക്കുക. എത്ര വരും? 12 വരും. 12 ഡേയ്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ പറയാം, 3 ആണുങ്ങൾ അല്ലെ 3 പുരുഷന്മാരുടെ വർക്ക് അവർ 8 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ ഒരാളുടെ കാണാൻ വേണ്ടി എത്ര ദിവസം കൊണ്ട്? 8 × 3 24 ദിവസം. ഇനി 2 പുരുഷന്മാരുടെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 2 പേര് വരുമ്പോൾ ഇതിലും കുറവ് ദിവസമല്ലേ വരത്തുള്ളൂ. അപ്പോൾ 24/2 ചെയ്തു 12 വന്നു. ഇത് തന്നെ ഈ കേസിൽ നോക്കിയേ, 4 M എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 4 M എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പം പറഞ്ഞ ഈ ഒരു ലോജിക്ക് ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. 4 പുരുഷന്മാർ 6 ദിവസം കൊണ്ടാണ് വർക്ക് തീർക്കുക. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ വർക്ക് എന്ന് പറയുന്നത് 6 × 4 24 ദിവസം വരും. 2 പുരുഷന്മാരുടെ ആണെങ്കിൽ 24-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ 12 ആണ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തതേകൾ 91 ആണോ, 95, 97, 93? ഇതിൽ കൂട്ടത്തിൽ ഓഡ് വൺ ഔട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, 97. കാരണം എന്താണ്? ഇത് മാത്രമാണ് എന്താ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ. അപ്പം നമുക്ക് നോക്കാം, അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറും 97ഉം 1ഉം മാത്രമായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. അതാണ് നമ്മളിവിടെ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞത്. ഈ 93 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 1 × 93 ഉണ്ട് ഫാക്ടേഴ്സ്. അതിൻ്റെ കൂടെ വേറെ ഏത് നമ്പർ വരും? നമ്മൾ 3ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും. 9 + 3 എത്ര വരും? 9 1 10 + 12 വന്നു. 12 എന്നുള്ളത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഗുണന പട്ടികയിലുണ്ട്. അതുകൊണ്ട് 3 കൊണ്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഘടകമാണ്. അപ്പം അതുപോലെ തന്നെ 95ന്റെ കേസ് നോക്കുമ്പോൾ നമുക്കറിയാം 1ഉം 95ഉം അല്ലാതെ പിന്നെ എന്താണ്? ഇവിടെ ലാസ്റ്റ് 5 വന്നിരിക്കുന്നതുകൊണ്ട് 5 അതിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ ഇതും എന്താണ്? പ്രൈം നമ്പർ അല്ല, ഇതും പ്രൈം നമ്പർ അല്ല. 91ന്റെ കേസ് നോക്കാം, 2 കൊണ്ട് പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് 3 നോക്കുമ്പോൾ 9 + 1 10, അതും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഇല്ല. അപ്പോൾ 1ഉം 91ഉം അല്ലാതെ വേറെ ഏത് നമ്പറാണ്? 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ 1 വന്നു. അപ്പോൾ ഇവിടെ 9ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 2 വരും. 2 21 വന്നു. അപ്പം 3 വന്നു. 13ഉം 7ഉം 91ന്റെ ഘടകമാണ്. അപ്പോൾ ഇവിടെ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 97 ആണ്, ഓഡ് വൺ ഔട്ട്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക ഭാഷയിൽ ടീച്ചറിൻ്റെ കോഡ് WHDFKHU എങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ കോഡ് എന്ത്? അപ്പോൾ ടീച്ചറിൻ്റെ കോഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി റിലേഷൻ എന്ത് വരും? T കഴിഞ്ഞിട്ട് STW, 3ാമത്തെ ലെറ്റർ, E കഴിഞ്ഞിട്ട് FGH. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഈ ലെറ്റർ കഴിഞ്ഞിട്ട് 3ാമത്തെ ലെറ്ററാണ്. ഇനി ഓപ്ഷനിൽ നോക്കിയേ, ഓപ്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം തന്നെ VWX. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഡൗട്ടൊന്നുമില്ല, VWX ആണ്. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെറ്റർ വന്നിരിക്കുന്നത് ഡിയുടെ കേസിലാണ്. അപ്പോൾ ഡിയുടെ
കണ്ടെത്തിയ നമ്മുടെ ആൻസറായി. ഡി കഴിഞ്ഞിട്ട് ഇ എഫ് ജി, മൂന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ജി ആണ്. അത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ എയിലാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വി ഡബ്ല്യു എക്സ് ജി വന്നു. ഇക്ക് വരുന്നത് എച്ച് വരും, ടിക്ക് നമുക്ക് ഓൾറെഡി അറിയാം ഡബ്ല്യു വരും. ഇനി എന്നിൻ്റെ കേസിൽ എൻ കഴിഞ്ഞിട്ട് ഒ പി ക്യൂ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മിന്നു ഒരു സ്ഥലത്ത് നിന്ന് 100 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ മുന്നോട്ട് നടന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 70 മീറ്റർ മുന്നോട്ട് നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ മുന്നോട്ട് നടന്നു. ആദ്യ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എത്ര അകലത്തിലാണ് മിന്നു നിൽക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ആ ഒരു പൊസിഷനിൽ നിന്ന് 100 മീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പോൾ കിഴക്കെന്ന് പറയുമ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ ഡയറക്ഷൻ ഈ സെൻറ്ററിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനാണ്. അപ്പം നമ്മളിവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷനിൽ എത്രയാണ്? 100 മീറ്റർ. ഇത് 100 മീറ്റർ നടന്നു. ഇനി ഇവിടെ നിന്ന് വലത്തോട്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നോക്കി നിൽക്കുക. നമ്മുടെ വലത്തെന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ഇടത്ത് ഇങ്ങോട്ടും. അപ്പോൾ ഇവിടെ വലത്താണ് പറയുന്നത്. അപ്പോൾ വലത്ത് 50 മീറ്റർ നടന്നു ഇവിടെ വന്നിക്കുവാണ്. ഇനി വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മുടെ വലത്ത് ഏതാണ്? ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് 70 മീറ്റർ. ഇവിടെ 70 മീറ്ററാണ് വന്നിരിക്കുന്നത്. 70 മീറ്റർ ഈ ഒരു ഡയറക്ഷനിലാണ്. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 50 മീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വലത്ത് ഏതാണ്? ഇങ്ങോട്ടാണ്. ഇവിടെ നിന്ന് 50 എന്ന് പറയുമ്പോൾ നേരെ ഇവിടെ വന്നു. ഇവിടെ 50 മീറ്റർ ഇവിടെയാണ് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്. ഇനി ആദ്യ സ്ഥലം ഇതാണ്. ഇവിടെ നിന്നും ഇപ്പോൾ എത്ര അകലത്തിലാണെന്ന് ചോദിക്കുമ്പോൾ ഇത്രയുമാണ് നമ്മൾ അകലം കാണേണ്ടത്. ടോട്ടൽ ഇത് എത്രയാണ്? 100. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണ്? ഈ 70ക്ക് ഈക്വലാണ്. അപ്പോൾ 100ൽ നിന്ന് 70 മൈനസ് ചെയ്താൽ ഇവിടെ എത്രയാണ്? 30 മീറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താം. അപ്പം നമ്മൾ ഈ ഓരോ പൊസിഷനും നമ്മളെ തന്നെ പ്ലേസ് ചെയ്ത് ആ ഡയറക്ഷനിൽ തന്നെ നോക്കി നിന്നിട്ട് നമ്മുടെ വലത്തും ഇടത്തും കണ്ടെത്തുക. അതേ രീതിയിൽ നമുക്കിത് കണ്ടെത്താം. 30 മീറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 സംഖ്യകളുടെ തുക 7ഉം വർഗ്ഗങ്ങളുടെ വ്യത്യാസം 7ഉം ആയാൽ സംഖ്യകൾ ഏതെല്ലാം? അപ്പോൾ 2 സംഖ്യകൾ എയും ബിയും ആണെങ്കിൽ അവയുടെ തുക എ പ്ലസ് ബി എന്ന് പറയുന്നത് 7. ഇനി അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ വർഗ്ഗങ്ങളുടെ ഡിഫറൻസ് വ്യത്യാസം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ ഒന്ന് നോക്കാം. 3, 4, 4, 5, 3, 5, 5, 6. 2 സംഖ്യകൾ, ആ സംഖ്യകളാണ് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അവയുടെ തുക 7 ആയിരിക്കണം. ഇവിടെ നോക്കിയേ, 4 + 3 7 വന്നു. 5 + 4 9 ആണ്. 5 + 3 8 ആണ്. 6 + 5 11 ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന എ പ്ലസ് ബി = 7 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 3 + 4 7 വന്നു. 3ൻ്റെ സ്കോർ 9. ഒരു കാര്യം ഇങ്ങനെ എടുക്കാം. 4ൻ്റെ സ്കോർ 16 മൈനസ് 3ൻ്റെ സ്കോർ 9. നമുക്ക് എത്ര വരും ആൻസർ? 7 വന്നു. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി സരിത ഇങ്ങനെ പറഞ്ഞു: ഇത് എൻ്റെ അച്ഛൻ്റെ മകൻ്റെ അമ്മൂമ്മയുടെ ഒരേ ഒരു മകളാണ്. ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീ സരിതയുടെ ആരാണ്? ചെറിയമ്മ, അമ്മൂമ്മ, സഹോദരി, അമ്മ. ഇതിൽ ആരാണെന്ന് കണ്ടെത്തണം. അപ്പോൾ റിലേഷൻ ഒന്ന് നമുക്ക് വരച്ച് നോക്കാം. ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി സരിത പറയുവാണ്. അപ്പോൾ ഇതാണ് സരിത എന്ന് വിചാരിക്കുക. സരിത പറയുവാണ് ഇത് എൻ്റെ, ഇതിപ്പം നമ്മൾ പറയുന്നത് സരിതയുടെ കേസാണ്. വേറൊരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടിയാണ് സരിത പറയുന്നത്. ഇത് എൻ്റെ അച്ഛൻ്റെ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മകൻ്റെ, മകൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? സരിതയുടെ ബ്രദർ വരും. മകൻ്റെ അമ്മൂമ്മയുടെ, അമ്മൂമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ, അതായത് ഇവരുടെ അച്ഛൻ്റെ അമ്മയാകാം. അതല്ലെങ്കിൽ എന്താണ്? ഇവരുടെ അമ്മയുടെ, ഇവർ തമ്മിൽ മാരീഡാണ്. അപ്പോൾ ഇവരുടെ അമ്മയുടെ അമ്മയും വരാം. അപ്പോൾ അമ്മൂമ്മയുടെ ഒരേ ഒരു മകളാണ്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ മകൾ വന്നു, അല്ലെ ഇവിടെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ ഇവരുടെ അമ്മ തന്നെ. അപ്പോൾ നോക്കുക, ഒന്നുകൂടെ പറയാം. സരിത ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടി, ഇതോ ആകാം സ്ത്രീയെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ഇവർ എൻ്റെ അച്ഛൻ്റെ മകൻ്റെ അമ്മൂമ്മയുടെ. അപ്പോൾ 2 അമ്മൂമ്മമാർ വരാം, അച്ഛൻ്റെയോ അമ്മയുടെ അമ്മ വരാമല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഒരേ ഒരു മകളാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്നു, അതല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു സഹോദരിയാകാം. അപ്പോൾ ഈ 2 റിലേഷനാണ് ഇവിടെ വരുന്നത്. ഈ സ്ത്രീ സരിതയുടെ ആരാന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്ത് പറയുന്നത്? സരിതയുടെ അമ്മയാണ്. സരിതയുടെ അമ്മയാണ് ഈ സ്ത്രീ എന്ന് പറയാം. ഇവിടെയാണെങ്കിൽ എന്താണ്? സരിതയുടെ അച്ഛൻ്റെ സഹോദരിയാണ് വരുന്നത്. അപ്പം ചെറിയമ്മ, അമ്മൂമ്മ, സഹോദരി, അമ്മ. അപ്പം ഇതിൽ അമ്മ ഓപ്ഷനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 മണി 15 മിനിറ്റ് കാണിക്കുന്ന ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? അപ്പം 5 മണി 15 മിനിറ്റ് നമ്മൾ കോണളവ് കാണുന്നത് എങ്ങനെയാണ്? 30h - 11/2 m ആണ്. ഇവിടെ h എത്ര വരും? 5 വരും. ഇവിടെ മിനിറ്റ് 15 ആണ്. 5 × 3 15, 180 വന്നു മൈനസ്.
ഇവിടെ 11/2 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ ആദ്യം 15 ഇൻറ്റു 11 എന്ന് പറയുമ്പോഴത്തേക്കും 1 5 എഴുതി 5 + 1 6 മിഡിലായിട്ട് എഴുതി 165. ഇതേ ഡിവൈഡഡ് ബൈ 2. അപ്പം 160ൻ്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ആണ്. ബാക്കിയുള്ള 5ൻ്റെ പകുതി 2.5 വന്നു. അപ്പോൾ എത്രയാണ്? 82.5 വന്നു. അതാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ അതല്ലെങ്കിൽ 165ൻ്റെ പകുതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 82.5 ഇനി ഇവിടെ മൈനസ് ചെയ്യുക എന്ന് പറയുമ്പം ഇവിടെ 0 കൊടുത്തു. 10 ൽ 5 പോയി കഴിഞ്ഞാൽ 5 വന്നു. ഇവിടെ 9 ൽ 2 പോയി കഴിഞ്ഞാൽ 7 വന്നു. ബാക്കി ഇനി 67. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.